ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഖാലിദ സിയയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു. 17 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു സിയ. ഹസീന തടവിലാക്കിയ മറ്റ് നേതാക്കളെയും മോചിപ്പിക്കുമെന്ന് ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അറിയിച്ചു. ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നിഷ അജിത്തുണ്ട് വിവരങ്ങളുമായി. നമുക്കിപ്പം നിഷ, പ്രധാനമന്ത്രി രാജ്യം വിട്ടിട്ട് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ആ രാജ്യത്ത് നടന്നത്, അതിനുശേഷവും അതിനു മുൻപും ഇപ്പോഴും നടക്കുന്നത് സമാനതകളില്ലാത്ത അക്രമമാണ്. 2 മന്ത്രിമാരുടെ വീടുകൾ കൊള്ളയടിച്ചു, അവിടെ കയറി ആക്രമിച്ചു, പാർലമെന്റിനകത്തേക്ക് ഈ പ്രതിഷേധക്കാർ ഇരച്ചു കയറുന്നു, അവിടുത്തെ രേഖകളൊക്കെ കീറിയെറിയുന്നു. അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത്, അല്ലെങ്കിൽ ജനാധിപത്യം നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് നടക്കേണ്ട ആശാസ്യമായ കാര്യങ്ങളല്ല അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശ് പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഖാലിദ സിയയാണ് ജയിൽ മോചിതയായിരിക്കുന്നത്. ബംഗ്ലാദേശ് ഇതുവരെ അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള രക്തരൂക്ഷിതമായ വളരെ കലാപ അന്തരീക്ഷത്തിൽ തന്നെയാണ് രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്കും ഖാലിദ സിയ 17 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്ന ഖാലിദ സിയ മോചിതയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹസീന തടവിലാക്കിയിട്ടുള്ള മറ്റു നേതാക്കളെ മോചിപ്പിക്കും എന്നാണ് ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് നിലവിൽ അറിയിക്കുന്നത്. ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളും വളരെ സജീവമായി തന്നെ രാജ്യത്ത് നടക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായും പ്രമുഖരായിട്ടുമൊക്കെ ബംഗ്ലാദേശ് കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വാർത്തകൾ നമുക്ക് ഇന്നലെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം സമാധാനപാതയിലേക്ക് മടങ്ങാൻ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി നമുക്ക് ഇന്ന് ലഭിക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ സൈനിക മേധാവി ഇന്ന് വിദ്യാർത്ഥി നേതാക്കളെ കാണും, പ്രതിഷേധക്കാരുടെ നേതാവിനെ ഇന്ന് കാണും എന്നൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അവർ ശുപാർശ ചെയ്യുന്ന ഒരു സർക്കാരിനെ അല്ലാതെ മറ്റൊരു സർക്കാരിനെയും അംഗീകരിക്കില്ല, സൈന്യം മുന്നോട്ട് വെക്കുന്ന യാതൊരുവിധ സർക്കാരിനെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘാടകനായ നഹീദ് ഇസ്ലാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോ ചർച്ചകളൊക്കെ തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ അതിനുശേഷം മാത്രമാണ് ഇതിലെന്താണ് വ്യക്തത വരികയുള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതോടൊപ്പം US കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, കാര്യങ്ങൾ നോക്കി വരുന്നു എന്നും സ്ഥിരീകരിക്കാത്ത മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സൂചന എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം തന്നെ വരുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളിലും നാശനഷ്ടങ്ങളിലും ഒക്കെ അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുന്നതിനൊപ്പം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറിന്റെ ഒരു പ്രസ്താവനയാണ് ഒരു UN നേതൃത്വത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം നടക്കണം എന്നുള്ള രീതിയിലും കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും പുതുതായി ലഭിച്ചിട്ടുള്ള വാർത്തകൾ. ശരി നിഷ, വ്യക്തമാണ്.